ടുഡേ ഈസ് പാസ്ത ഡേ. അതെ സാധനം ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയുക, കല്ലെറിഞ്ഞിട്ട് പോയി, ആൾക്കാർ വന്ന് കല്ലെറിഞ്ഞിട്ട് പോയി. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ തരാൻ പോകുന്നത്, എന്താ സംഭവം എന്നുള്ളത്. സോ അതിലേക്ക് കിടക്കും. മെയിൻലി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. തലേന്ന് രാത്രി എൻ്റെ കമ്പനിക്കാരൻ പുലർച്ചെ ഒരു മണിയൊക്കെ ആയപ്പം പുറത്തിരിക്കുകയായിരുന്നു. സോ പുറത്തിരിക്കുന്ന ടൈമിൽ 2-3 പെണ്ണുങ്ങൾ കാറ് കത്തുന്ന കണ്ട്. ലൈക്ക് റാൻഡംലി എല്ലാ കാറുകളിലും പോയി ഡോറ് തുറന്ന് നോക്കുക. എന്നിട്ട് ചില കാറുകൾ, തുറന്ന കാറുകളിൽ നിന്ന് സാധനങ്ങൾ കട്ടെടുക്കുക, അങ്ങനെയൊക്കെ. ഇവനാന്താ നോക്കാൻ വേണ്ടി പോയി. ലാസ്റ്റ് പ്രൂഫിനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ ഇവളുമാരത് കണ്ട്. പെണ്ണുങ്ങളാട്ടോ, ഒരു 2-3 ടീനേജേഴ്സ്. അപ്പം ഇവർ വന്ന് ലാസ്റ്റ് ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ മുന്തും തള്ളൊക്കെയായി. അപ്പം ഇവൻ പറഞ്ഞ എൻ്റെ പ്രൂഫുണ്ട് അങ്ങനെ. അപ്പോൾ അവളുമാർക്ക് അത് ഇഷ്ടമായില്ല. സോ ഇവർ ഓൾറെഡി ഡ്രഗ്ഡ് ആണ്, ലൈക്ക് പില്ലൊക്കെ കഴിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഇവൻ്റെ അടുത്തുനിന്ന് പോണത്. അപ്പം ലൈക്ക് ഇവനെങ്ങനെ കൺഫ്രണ്ട് ചെയ്യാൻ കുറേ, ഇവനെങ്ങനെ ഉന്തി തള്ളാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഇവൻ തിരിച്ച് വീട്ടിലേക്ക് ഓടിച്ച് ഉള്ളോട്ടേക്ക് കയറി. പിന്നെ അപ്പം കുറച്ച് പേര് ഞങ്ങളെ ഫ്രണ്ട്സ് ഉണർന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവളുമാർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ബട്ട് ഇത്രയും പേരുണ്ടെന്ന് കണ്ടപ്പം അവർ മെല്ലെ പോയി. പിന്നെ പുലർച്ചെ വന്നപ്പം കണ്ട കാഴ്ചയാണ് ആ കല്ലെറിഞ്ഞ്. രാവിലെ നോക്കുമ്പോൾ കിച്ചൺ ഏരിയയിൽ ഇങ്ങനെ ഒരു വലിയ ഉണ്ട കല്ലുണ്ട്. ഫുള്ള് ഗ്ലാസ്സൊക്കെ നിലത്ത് ഇങ്ങനെ ഇതായി കിടക്കുന്നു. സോ എന്താ പറയുക, ഇപ്പോൾ എവിടെ പോയാലും ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, സൈപ്രസ് സേഫാണോ? ലൈക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനിയിപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ. അപ്പം സത്യം പറയുകയാണെങ്കിൽ സൈപ്രസിൻ്റെ സേഫ്റ്റിയുടെ ഇഷ്യൂ ഇപ്പോൾ നാട്ടിൽ നോക്കുകയാണെങ്കിലും ഇതിലേറെ വലിയ വലിയ പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ബട്ട് എന്ന് വെച്ച് ജനറലി നാട് സേഫാന്ന് ആരും പറയത്തില്ല. അതേപോലെ ഇവിടെയും ഇതേപോലെ വളരെ ചുരുക്കം ചിലർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം നമ്മൾ മാക്സിമം കൂടുതലൊന്നും ലൈക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യാനൊന്നും നിൽക്കാൻ പാടില്ല. ഇതിപ്പം കല്ലെറിഞ്ഞ് പോയ ടീംസ് അടുത്ത ദിവസം എണീറ്റപ്പോൾ അവളുമാർ എന്താ പറയുക, ഒന്നും ഓർമ്മ പോലും കാണത്തില്ല. അങ്ങനത്തെ കുറേ ലക്ക് കിട്ടിയ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ചില സ്ഥലത്തൊക്കെ. അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റിയൊക്കെ നോക്കുക. ഇതിപ്പം എന്താ പറയുക, പോലീസിനെ വിളിക്കുക, അപ്പം തന്നെ പോലീസിനെ വിളിക്കുക. ഞങ്ങൾ ചെയ്തൊരു ലൈക്ക് അപ്പം പെട്ടെന്ന് ഓർക്കാത്തൊരു കാര്യമാണ് പോലീസിനെ വിളിക്കുന്ന കാര്യം. അപ്പം പിന്നെ ബാക്കിയുള്ള ഞാനടക്കം ഉറങ്ങുമായിരുന്നു. സോ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ ചാൻസ് കുറവാണ്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. സ്വയമായിട്ട് എല്ലാമൊന്നും പിന്മാറുക, പോലീസിനെ വിളിക്കുക. പിന്നെ ഇവിടുത്തെ വേറെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം അവരെന്താണ് അവരുടെ മൈൻഡിൽ ഉദ്ദേശിക്കുന്നുണ്ടാവുക. പിന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിലും ജനറലി ഇതൊരു സേഫ് കൺട്രിയാണ്. ആണുങ്ങൾക്കാണ് കുറച്ചുകൂടെ എന്താ പറയുക സേഫ്റ്റി ഇഷ്യൂസൊക്കെ വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനറലി പെണ്ണുങ്ങൾക്ക് ഓക്കെയാണ്. ബട്ട് എന്നാലും ചിലയിടത്തൊക്കെ സെക്ഷൽ ഹറാസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ലൈക്ക് ജോബിൻ്റെ കേസാണെങ്കിൽ പോലും ഇങ്ങനെ ഉടമകൾ ഇങ്ങനെ പറയും, ലൈക്ക് ഇങ്ങനെ ഒന്ന് നിന്ന് തരണം എന്നൊക്കെ പറയാം, അങ്ങനെയാണ് ജോലി തരാം. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസും ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ എവിടെ പോയാലും ഇങ്ങനത്തെ ഓരോന്നൊക്കെ കാണും. ബട്ട് നമ്മളെല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒറ്റയ്ക്കാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുക. സോ ഒന്നിലും ഓവർ ഇൻവോൾവ് ആവാണ്ട് മാക്സിമം പരമാവധി ഒഴിഞ്ഞൊഴിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. എന്തേ പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് അന്വേഷിക്കാനോ അല്ലെ അത് കൂടുതൽ വഷളാക്കാനോ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ നല്ല രീതിക്ക് ബാധിക്കും. ഒന്നാമതിപ്പം ഇവിടെ അത്യാവശ്യം
ലൈക്ക് ലിവിങ് എക്സ്പെൻസ് കുറവാണ്. അല്ലാണ്ട് ഇപ്പം മെഡിക്കൽ ഇഷ്യൂസോ അല്ലെ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഇടി മോന്തയൊക്കെ പൊളിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വരുന്ന എക്സ്പെൻസ് ഒന്നും കവർ ചെയ്യാൻ മാത്രം കാശുണ്ടാവും. ഒരുത്തൻ്റെ കയ്യിൽ അത്രയും കാശൊന്നും കാണത്തില്ല. 500-600 യൂറോ തന്നെ മെഡിക്കൽ ചെക്കപ്പിന് പോകും. വെറുതെ എന്തിനാ ഓരോ വള്ളി പിടിക്കുന്നത്. സോ ഇവിടേക്ക് വരുന്ന ആൾക്കാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഒന്നും ചെയ്യാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ തന്നെ പോലീസിനെ വിളിക്കുക, അല്ലെങ്കിൽ ലൈക്ക് സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ എടുത്ത് ചെയ്യാൻ നിൽക്കണ്ട. ഇടി അടി എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ പോകാൻ നിൽക്കണ്ട. ഒരിക്കലും നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യാൻ പോണില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.